ക്ലാസ്സിൽ പോയി പഠിക്കുക, സ്കൂളിലേക്ക് പോകും. ചികിത്സാ പിഴവ് മൂലം ഒരു കൈ നഷ്ടപ്പെട്ട വിനോദിനിയുടെ സങ്കടം കേരളത്തിൻ്റെ ആകെ സങ്കടമായിരുന്നു. വിനോദിനിയുടെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലേക്ക് വിനോദിനി മടങ്ങുകയാണ്. സന്തോഷമുണ്ടോ ഇന്ന്? ഓ, സന്തോഷമുണ്ട്. ക്ലാസ്സിലേക്ക് തിരികെ പോകുന്നു. കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ക്ലാസ്സിൽ പോയി പഠിക്കുക, സ്കൂളിലേക്ക് പോകും. വി സതീഷ് സാറ് നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്കിപ്പോൾ കൈ വയ്ക്കാൻ വേണ്ടി സാറ് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷകൾ എല്ലാവരും തന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ നമുക്ക് സാർ പറഞ്ഞു നമുക്ക് കിട്ടാൻ പോകുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്താണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത്ര വരേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എല്ലാവിടെയും ഞങ്ങൾ പോയി എല്ലാ പേപ്പറുകളും എല്ലാവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷകൾ തന്നിട്ട് കാര്യമില്ല. ഇതുപോലെ സാറ് പറഞ്ഞു നമുക്ക് കൈ വെക്കാൻ വേണ്ടി സാറ് വരുന്നുണ്ട്. ഇതാണ് നല്ല മനുഷ്യത്വം. സർക്കാരിൻ്റെ ബാക്കിയുള്ള സഹായങ്ങളോ? സർക്കാരിൻ്റെ നമുക്ക് 2 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെ പുതിയ സാറിപ്പോൾ ഈ കൈയിൻ്റെ കാര്യം കൊണ്ട് കൈ വെക്കണതിൻ്റെ ഇത് കൊണ്ട് വീണ മേഡം ഇപ്പോൾ പുതിയ തീർപ്പ് ഇറക്കിയിട്ടുണ്ട്. മിഷൻ വാത്സല്യം പറഞ്ഞിട്ട് ആ പദ്ധതിയിൽ നിന്ന് ഇപ്പോൾ കുട്ടിക്ക് ഇനി രണ്ടാമത് നമുക്ക് ഇത് 4 വർഷത്തേക്കേ ഉള്ളൂ. 4 വർഷം കഴിഞ്ഞ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വീണ മേഡം പുതിയ തീർപ്പ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് 4 മാസം അല്ല 1 മാസത്തേക്ക് 4,000 രൂപ വെച്ച് അതിന് കിട്ടുന്നതും ഒരു പദ്ധതിയും കൂടിയുണ്ട്. കുട്ടിക്ക് 9 വയസ്സേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള സിസ്റ്റം നമ്മൾ ചെയ്യുമ്പം വെയിറ്റ് കുറഞ്ഞിരിക്കണം. പിന്നെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ബയോണിക് ഹാൻഡൊന്നും കുഞ്ഞിൻ്റെ സൈസിലുള്ളത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളൊരു മയോ ഇലക്ട്രിക് ഹാൻഡാണ് ചെയ്തു കൊടുത്തേക്കുന്നത്. നമ്മൾ 2 ഏരിയയിലാണ് മൂവ്മെൻ്റ് ഉള്ളത്. ഒന്ന് ഹാൻഡിലും ഒന്ന് എൽബോയിലും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടിക്ക് ഹാൻഡ് ഓപ്പൺ ആൻഡ് ക്ലോസ് ആൻഡ് എൽബോ ഫ്ലെക്സ് ആൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഹാൻഡാണ്. ഏതായാലും വിനോദിനി വളരെ സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് പോകുന്നു. അതിനുള്ള എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഡോക്ടറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. വിനോദിനിയുടെ മാതാപിതാക്കളും ഒക്കെ സംസാരിക്കുകയും ചെയ്തു. ഏതായാലും സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് വിനോദിനി തിരികെ പോകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആശംസിക്കാം. ക്യാമറാമാൻ ടിബിനൊപ്പം അനിൽ ജോർജ്, ന്യൂസ് മലയാളം, കൊച്ചി.